ഹായ് ഓൾ, വെൽക്കം ടു ജോ മൂവി വേൾഡ്. സ്ട്രേഞ്ചർ തിങ്സ് ഫിനാലെ കണ്ടു. അങ്ങനെ വളരെ കാലങ്ങൾക്ക് ശേഷം ആ ഒരു എപ്പിക് സീരീസിന്റെ എൻഡിങ് അത്യാവശ്യം സാറ്റിസ്ഫൈ ചെയ്യുന്ന, നോട്ട് ബാഡ്, നോട്ട് ഗ്രേറ്റ്, ഫെയർലി ഗുഡ് എന്ന് പറയില്ലേ, അതാണ് ഇതിന്റെ ഒരു ക്ലൈമാക്സ്. ഒരു എൻഡിങ് കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയ ഒരു ഫീലിംഗ്. അതായത് അത്യാവശ്യം കൊള്ളാം, എന്താ ഭയങ്കര സംഭവമല്ല, മോശമല്ല, ഒരു ഇൻബിറ്റ്വീൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന, കുഴപ്പമില്ലാത്ത, അത്യാവശ്യം നല്ല രീതിയിൽ അവസാനിച്ച ഒരു സീരീസ്. ഈ സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2016 തുടങ്ങിയ ഒരു പരിപാടിയാണ്. മൊത്തം എനിക്ക് തോന്നുന്നത് 5 സീസൺ, 42 എപ്പിസോഡ്, അറൌണ്ട് 10 ഇയേഴ്സ്. അത് അത്രയും കാലം ഓൾമോസ്റ്റ് എല്ലാ എപ്പിസോഡുകളും ടോപ്പാണ്. ഇപ്പോൾ റീസെൻ്റ്ലി വന്ന 1-2 എപ്പിസോഡുകൾക്കാണ് ഇപ്പോൾ ഭയങ്കരമായിട്ടൊരു വീക്കാണെന്നും എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം നടന്നത്. അതെ, ശരിയാണ്, വീക്കാണ്. ലാസ്റ്റത്തെ 2 എപ്പിസോഡൊക്കെ കമ്പാരിറ്റീവ്ലി അവരുടെ ലെഗസി വെച്ച് നോക്കുമ്പോൾ, മൊത്തത്തിലുള്ള എല്ലാ എപ്പിസോഡുകളും വെച്ച് നോക്കുമ്പോൾ കുറച്ച് വീക്കാണ്, കുറച്ച്. പക്ഷെ അതുകൊണ്ട് മാത്രം പൂർണ്ണമായും ഇതിനെ എന്താ പറയുക, നമ്മൾ ആ 2 എപ്പിസോഡിൽ വെച്ചിട്ട് ആരും ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓവറോൾ എൻ്റയർ സ്ട്രേഞ്ചർ തിങ്സിനെ ക്രിയേറ്റ് ചെയ്ത ഡഫർ ബ്രദേഴ്സ്, അവരുടെ അടുത്ത ഒരു സംഭവം എന്തായിരിക്കും എന്നുള്ളത് ഞാൻ എക്സൈറ്റഡ് ആണ്. കാരണം ഡഫർ ബ്രദേഴ്സ്, മാറ്റും റോസും എന്നാണ് മനസ്സിലാക്കിയത്, അവർ അടിപൊളിയായിട്ടാണ് ഈ 5 സീസൺ, അവർ വേറെ ഒന്നും ഇതിനിടയിൽ ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കിയത്. അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ടോട്ടലി 5 സീസണിന്റെയും ഓവറോൾ അവർ അടിപൊളിയായിട്ട് ഡയറക്റ്റും സ്ക്രിപ്റ്റും ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ഡിപ്പാർട്ട്മെന്റും ഇതിൽ വളരെ പ്രാധാന്യമാണ്. കാരണം നമ്മുടെ അനിരുദ്ധിനെ കുറിച്ച് പറയണ പോലെ ചില സീൻസുകൾക്ക് ഒരു ലൈവ് അല്ലെങ്കിൽ ഒരു എനർജി തരുന്നത് മ്യൂസിക്കാണ് പലപ്പോഴും. അത് സിനിമയായാലും ശരി, TV സീരീസ് ആയാലും ശരി. ഇതിലത്തെ മ്യൂസിക് കെയിൽ ഡിക്സൺ ആണ്. കെയിൽ ഡിക്സണും മൈക്കിളും, അവരുടെ മ്യൂസിക്കും ഇതിലൊരു വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. എൻ്റയർ ആ ഒരു സീസൺ, എൻ്റയർ സീസൺസ്, 5 സീസൺസിലേക്ക് ബാക്ക് ബോൺ ഇവരാണ്. പിന്നെ ഇതിലത്തെ പിള്ളേർ സെക്ഷനും അഡൾട്ട് സെക്ഷനും പാരന്റ് സെക്ഷനുമായിട്ടുള്ള വലിയൊരു കൂട്ടം സപ്പോർട്ടിങ് ആക്ടേഴ്സിന്റെ പെർഫോമൻസ്. അത് കുട്ടികളായിട്ട് തുടങ്ങിയവരിപ്പോ കുറച്ച് മുതിർന്നതായിട്ടുള്ളവര് കുറെ കൂടി വയസ്സുള്ളവരായി. അപ്പൊ ആ ഒരു 10 വർഷം സ്ട്രേഞ്ചർ തിങ്സിന്റെ ക്യാരക്ടേഴ്സിനൊപ്പം നമ്മളും പോയിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെയാണ്. അത് ശരിക്കും ആ ഒരു എൻ്റയർ അവരുടെ ഒരു എന്താ പറയാ ലൈഫ് ടൈം, അല്ലെങ്കിൽ ആ സ്റ്റോറിക്ക് അത്യാവശ്യം നല്ലൊരു എൻഡിങ് കിട്ടി, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതില് ഇവര് മുമ്പത്തെ സീസണുകൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാതും ഒറ്റയടിക്ക് ഇറക്കി വിടലായിരുന്നു തോന്നുന്നു പതിവ്. ഒറ്റയടിക്ക് ഇറക്കി വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആഴ്ചകള് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്ട് ഒരു സീസൺ വരുമ്പോൾ തന്നെ എല്ലാ എപ്പിസോഡുകളും ഒരുമിച്ച് ഇടുക, അങ്ങനെയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ 5th ഇവര് ആദ്യത്തെ 3 പാർട്ടായിട്ട് വോളിയം 1, വോളിയം 2 അതിന്റെ ഫൈനാലെ ഇങ്ങനെ ഗ്യാപ്പ് വന്നു. ഈ ഗ്യാപ്പ് വരുമ്പോൾ എന്താ സംഭവിച്ചെങ്കിൽ ആൾക്കാർക്ക് എക്സ്പെക്ടേഷൻ കൂടും. മറ്റേത് നമ്മളെ ഒരു സ്ട്രക്ചറിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോയില് ചിലപ്പോൾ ചില അപ്പ് ആൻഡ് ഡൗൺസ്, ചില വീക്ക് ആൻഡ് മറ്റേതൊന്നും വലിയ പ്രശ്നമായിട്ട് വരില്ല. ഇതില് അവര് ആദ്യത്തെ 4 എപ്പിസോഡിൽ വോളിയം 1 ഇറക്കി, എല്ലാം ബിഞ്ച് വർത്തിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പായി, കഷ്ടി 1 മാസം ഗ്യാപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ഡിസംബറിലേക്ക് ക്രിസ്മസിനോട് അടുത്ത 3 എപ്പിസോഡ് ഇട്ടെ. ആ 3 എപ്പിസോഡ് വരെ ആൾക്കാർക്ക് സമയമായി, ഭയങ്കര ചിന്തിച്ചു കൂട്ടി, ഭയങ്കര സംഭവമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർക്ക് 1 മാസം പല തിയറീസ് ആയി. അപ്പൊ ആ തിയറീസ് പലർക്കും മീറ്റ് ചെയ്ത് വന്നില്ല, അത്ര എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തില്ല. അങ്ങനത്തെ ഒരു 3 എപ്പിസോഡുകളായിട്ട് വന്നു, കുറച്ച് വീക്കായി. പിന്നെയും ആ 3 എപ്പിസോഡിൽ കഴിഞ്ഞപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഫിനാലെ വരുന്നത്. അപ്പൊ വീണ്ടും അതിനെ പറ്റിയുള്ള ചർച്ചകളും കാര്യങ്ങളായി. ഈ ഗ്യാപ്പ് കൊടുത്തത് എനിക്ക് തോന്നണത് ഒരു തരത്തിൽ ഇവർക്ക് ഒരു ചെറിയൊരു ഫോൾട്ടായി എനിക്ക് തോന്നുന്നു. അടുത്ത സമയങ്ങളിൽ നെറ്റ്ഫ്ലിക്സ് അതിലൊരു മാറ്റം വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നാവുമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു 5th സീസണില് എനിക്ക് തോന്നുന്നു 1-2 എപ്പിസോഡ്, തൊട്ട് മുമ്പത്തെ എപ്പിസോഡും ഈ എപ്പിസോഡും ഒഴിച്ച് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ എപ്പിസോഡിലും ടോപ്പാണ്. തൊട്ട് മുമ്പത്തെ എപ്പിസോഡുകൾ ഈ പറയണത്ര ഹേറ്റ് കിട്ടണ അത്രയും കൂറയാണെന്ന് ഞാൻ പറയുന്നില്ല, ആവറേജ്, കുഴപ്പമില്ല, ഒരു അബവറേജ്. ഈ എപ്പിസോഡ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നോട്ട് ബാഡ്, നോട്ട് പെർഫെക്റ്റ്, ബട്ട് ഫെയർലി ഗുഡ്, സാറ്റിസ്ഫൈങ് ആണ്. അങ്ങനെ തന്നെയാണ്. അതിനുള്ള സംഗതികൾ ഇതിലുണ്ട്. ഇതില് അത്യാവശ്യത്തിന് ഒരു നല്ല VFX അല്ല, വിഷ്വൽ എഫക്റ്റുകളുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. പിന്നെ എന്താ പറയാ, ഇമോഷണൽ എൻഡിങ് ഉണ്ട്, നല്ല പെർഫോമൻസ് ഉണ്ട്, മ്യൂസിക്കിന്റെ സപ്പോർട്ട് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ചിലവർക്ക് ഇപ്പോൾ എന്താ പറയാ, ഒരു വലിയൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് യുദ്ധം എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു കഴിഞ്ഞാൽ എനിക്ക് വരെ കുറച്ചും കൂടി ആ വില്ലനെ അവർ ബിൽഡപ്പ് ചെയ്ത് കൊടുക്കുന്ന രീതി അനുസരിച്ച് നോക്കുമ്പോൾ നമ്മൾ കുറേയും കൂടി ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ അവരതിനെ കുറച്ചും കൂടി സിമ്പിളാക്കി പോയി. ആ സിമ്പിളാക്കിയത് കുഴപ്പമില്ല, കാണാൻ രസമാണ്, പക്ഷെ കുറേയും കൂടി പ്രതീക്ഷിച്ചു.
പിന്നെ ഇവര് ഈ ഇമോഷൻസ് കൈകാര്യം ചെയ്ത് ഇവർക്ക് ഡയലോഗ് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ നിർത്താൻ പറ്റാത്ത അവസ്ഥ പോലെ. കാരണം ഡയലോഗുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക തന്നെ, നമുക്ക് മനസ്സിലായി ഇവരുടെ ഇമോഷൻസ്. എന്നിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു ബോറുടെ അവിടെ ഇവിടെയൊക്കെ തോന്നാം. കാരണം ഒരു എപ്പിലോഗ് എന്ന് പറയില്ലേ, ക്ലൈമാക്സ് കഴിഞ്ഞിട്ടുണ്ടാവണ ഒരു സെക്ഷനെയാണ് എപ്പിലോഗ് എന്ന് പറയാം. അപ്പൊ അത് ഇവർ കുറച്ചധികം ലെങ്ത് കൂട്ടിയിരുന്നു. 40 മിനിറ്റ് ഉണ്ട് ആ ഒരു ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു പല ക്യാരക്ടേഴ്സിന്റെ എൻഡ് കാണിക്കാൻ. ചിലതൊക്കെ നല്ല ടച്ചിങ് ആണ് കേട്ടോ, ചില ഫ്രണ്ട്ഷിപ്പിന്റെയും ചില റിലേഷൻഷിപ്പിന്റെ ഒക്കെ കാര്യങ്ങൾ ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. ചിലതൊക്കെ കുറച്ച് വലിച്ചിട്ടുള്ളതായിട്ട് തോന്നി. പിന്നെ ഇതിൽ പല പെർഫോമൻസും അടിപൊളിയാണ്. ഐ മീൻ ഓവറോൾ ഇതില് ഇപ്പൊ ആരെ പറയാം, മില്ലിയുടെ ആണെങ്കിലും മില്ലി ബോബിന്റെ ആണെങ്കിലും വിയോനയുടെ ആണെങ്കിലും ജോയിയുടെ ആണെങ്കിലും സാഡിയുടെ ആണെങ്കിലും നമ്മുടെ ഡേവിഡ് ഹാർബറുടെ ആണെങ്കിലും നമ്മുടെ വെക്കനായിട്ട് വന്നിട്ടുള്ള ജെയ്മിയുടെ ആണെങ്കിലും എല്ലാവരുടെയും പെർഫോമൻസിൽ ആർക്കും ഒരു പരാതി ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് അവരുടെ ഒരു വൺ ഓഫ് ദ സ്ട്രെങ്ത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആ ബിൽഡപ്പ്, ആ ക്രിയേഷൻ ആയിട്ടുള്ള ഡഫർ ബ്രദേഴ്സിന്റെ ക്രിയേഷൻ, ഡയറക്ഷൻ, ഈ മ്യൂസിക് എല്ലാം കൊണ്ടും ഈ ഒരു മൊത്തം സീരീസ് സാറ്റിസ്ഫൈഡ് ആണ്. ഈ ഒരു സീരീസിൽ ചിലപ്പോൾ ഒരു ഹൈപ്പ് ഫാക്ടർ വന്ന കാരണം നിരാശ വരാം. കാരണം അവർ ആ ഒരു കുറച്ച് പഞ്ചെലമെന്റ് കുറഞ്ഞു എന്നുള്ളത് വാസ്തവമാണ്. പഞ്ചെലമെന്റ് കുറവാണ്, ആക്ഷൻസും കമ്പാരിറ്റീവ്ലി കുറവാണ്. ഉള്ളത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത ഒരു എൻഡിങ് കുറെ ക്യാരക്ടേഴ്സിന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഒന്നും കൂടി ശ്രദ്ധിക്കാമായിരുന്നു, കുറച്ചും കൂടി മനോഹരമാക്കാനും കുറെ പോസിബിലിറ്റി ഉണ്ടായിരുന്നു. അത് അവർ അത്ര വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല. ചില ഫാൻ മെയ്ഡ് തിയറീസ് ഒക്കെ ഇതിനങ്ങോട്ട് എക്സൈറ്റിംഗ് ആയിരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കുറച്ച് ഡിസപ്പോയിൻമെന്റ് ചിലർക്ക് തോന്നുക. എങ്കിലും ആദ്യം പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല സാറ്റിസ്ഫൈ ചെയ്യുന്ന കുഴപ്പമില്ലാത്ത ഒരു എൻഡിംഗ് ആണ് സ്ട്രേഞ്ചർ തിങ്സിന് കിട്ടിയേക്കുന്നത്. അപ്പൊ ഇപ്പൊ അത് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും അത് കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.